ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറയ് ശിവനവേട്ട, എങ്ങനെ നിങ്ങളുടെ ഭാര്യ മരിച്ചത്? നെല്ലിശ്ശേരിയുടെ അവകാശിയെ കൊല്ലാനായി അവന്തിക തന്ന വിഷമായിരുന്നു അത്. പറയണോ? എന്താ ശിവരാമ നിനക്ക് പറയാനുള്ളത്? പറയാം സാറേ, ഞാൻ എല്ലാം പറയാം. എന്നെ ചതിച്ചതാ. എന്നെ മാത്രമല്ല, ഈ വീടിനെയും നിങ്ങളെയും. ആ നിൽക്കുന്ന സ്ത്രീ ആതിരക്കുഞ്ഞും എന്റെ ഭാര്യയും ഒരേ ദിവസം ഒരേ ആശുപത്രിയിൽ ഏകദേശം ഒരേ സമയത്താ പ്രസവിച്ചത്. ഞാനും എന്റെ ഭാര്യയും വലിയ സന്തോഷത്തിലായിരുന്നു. ആ സമയത്താ ഈ സ്ത്രീ എന്നെ കാണാൻ വന്നത്. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിളിപ്പിച്ചത് എന്റെ ഒരു കാര്യത്തിന് കൂടെ നിന്ന് സഹായിക്കാനാ. ശിവരാമന്റെ മകൾ നെല്ലിശ്ശേരിയിലുള്ള സൗകര്യങ്ങളോടുകൂടി വളർന്നാ മതിയോ? ഒരു നിവൃത്തിയില്ലാത്ത ഞാൻ ഇത്രയും വലിയ സൗകര്യം എങ്ങനെയാ എന്റെ കുഞ്ഞിന് കൊടുക്കുന്നത്? അതിനുള്ള സൗകര്യം താൻ കൊടുക്കണ്ട, നെല്ലിശ്ശേരിക്കാർ കൊടുത്തോളൂ. സന്ദീപിന്റെയും ശിവരാമന്റെയും കുഞ്ഞുങ്ങൾ പിറന്നിരിക്കുന്നത് ഒരേ ദിവസം, ഏതാണ്ട് ഒരേ സമയത്തും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കിടത്തിയ ആരും അറിയില്ല എന്ന് മാത്രമല്ല, ശിവരാമൻ ചിന്തിക്കുന്നതിനപ്പുറമുള്ള സൗകര്യങ്ങൾ ശിവരാമന്റെ മകൾക്ക് കിട്ടും. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ശിവരാമന്റെ മകളും, കൊട്ടാരത്തിൽ നിന്ന് കുടിലിലേക്ക് സേതുമാധവന്റെ കൊച്ചുമോളും. എന്നോട് ക്ഷമിക്കണം സാറേ. ഇവരാ എന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചത്. അനാവശ്യം പറയരുത്. ആരേലും എന്തേലും പറഞ്ഞു തന്നത് കേട്ട് ഇവിടെ ഒന്ന് അസത്യം വിളമ്പരുത്. നീ നിൽക്കുന്നത് എവിടെയാണെന്ന് നിനക്ക് നല്ല ഓർമ്മ വേണം.
അച്ഛാ, ജോലി നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യവും വൈരാഗ്യവും ഇയാളെ കാണിക്കുന്നത്. സ്വന്തം ഭാര്യയെ വിഷം കൊടുത്ത് കൊന്നയാളാ ഇയാള്. ഇയാളുടെ പേരിൽ പോലീസ് കേസുണ്ട്. പോലീസിൽ അറിയിച്ച ഇയാളെ ഇപ്പൊ ഒന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോകും. ശിവരാമ, ഈ വീടിന്റെ അടിത്തറ ഇളക്കുന്ന ബോംബ താൻ ഇപ്പൊ ഇവിടെ പൊട്ടിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ ഒരാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇപ്പോ കൂടെ നിൽക്കുന്ന പലരെയും അച്ഛനെ അവിശ്വസിക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് വിശ്വാസവഞ്ചന അവരച്ഛനോടും ഈ വീടിനോട് കാണിച്ചിരിക്കുന്നത്. സ്വന്തം ഭാര്യയെ കൊന്നവനാണ് ഇയാളെന്ന് അവന്തിയടുത്ത് ഇപ്പൊ പറഞ്ഞല്ലോ. അതിന്റെ സത്യം എന്താന്നും ശിവരാമേട്ടൻ തന്നെ പറയും. പറയ് ശിവരാമേട്ട, എങ്ങനെ നിങ്ങളുടെ ഭാര്യ മരിച്ചത്? നെല്ലിശ്ശേരിയുടെ അവകാശിയെ കൊല്ലാനായി അവന്തിക തന്ന വിഷമായിരുന്നു അത്. ഞാനത് കുഞ്ഞിന് കൊടുക്കാനായി പാലിൽ കലർത്തി. അപ്പോഴാണ് എനിക്കൊരു ഫോൺ വന്നത്.